കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വൃശ്ചികക്കൂറിനെ പോലെ മോശപ്പെട്ടൊരവസ്ഥയാണ് കുംഭക്കൂറിനും. കാരണം ജന്മശനിയും വ്യാഴം 3-ലും സഞ്ചരിക്കുന്നു. സാമ്പത്തികത്തിൻ്റെ രാജാവായ വ്യാഴം പരുങ്ങലിലാകുന്ന അവസ്ഥയാണ് 3-ാം ഭാവം. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ചിലപ്പോൾ 3-ാം ഭാവത്തിലെ വ്യാഴം സഹായിക്കും. എന്നാൽ സാമ്പത്തികം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം 99% സാമ്പത്തികമായതുകൊണ്ട് അത് നമ്മുടെ കൈവിട്ടു പോവുകയോ നമുക്ക് വേണ്ടത്ര തരത്തിൽ അത് കിട്ടാതെയാവുകയോ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ വല്ലാത്ത പരുങ്ങലിലാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏപ്രിലിന് ശേഷം മാത്രമേ ഭദ്രമായൊരു സാമ്പത്തിക അവസ്ഥ ഇവരിലേക്ക് വരികയുള്ളൂ. എന്നാലും ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസവും പിന്നീട് ആഴ്ചയുടെ അവസാനത്തെ 2-3 ദിവസങ്ങളും ഇവർക്ക് താരതമ്യേന സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. വലിയൊരു അവസ്ഥയിലെത്തും എന്നല്ല, തൽക്കാല ആവശ്യങ്ങൾ നന്നായി നടന്നു പോകുന്നതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത എന്തായാലും ഉണ്ടാവും. ആഴ്ചയുടെ തുടക്കത്തിൽ, അതായത് ഞായറാഴ്ച തന്നെ അതിൻ്റെ ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിലും സ്വന്തം വ്യക്തിത്വത്തിലുമൊക്കെ ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാകുന്നു. അത് ഇവരുടെ കർമ്മമേഖലയിൽ നന്നായി ഇവരെ വ്യാപരിപ്പിക്കുവാൻ അനുവദിക്കുകയാണ് കാണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക ഗുണം കാണുന്നു. എന്നാൽ ആഴ്ചയുടെ ചൊവ്വ, ബുധൻ ദിവസങ്ങളൊക്കെ ചെറിയ സ്വാരസ്യങ്ങളോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. അനാമത്ത് വാക്കുകളോ പ്രശ്നങ്ങളോ വന്ന് അത് നിത്യശത്രുതയിലേക്ക് മാറാവുന്ന ചില അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും അയൽപക്കവുമായിട്ടുള്ള കാര്യങ്ങളിലോ അടുത്ത ബന്ധുക്കളുമായിട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14, 15, 18, 19 ഗുണമുള്ള ദിവസങ്ങളാണ്.